പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും അത് രൂപീകരണത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു. തുടർന്നൊരു കഥയും പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് കുട്ടികൾ പറഞ്ഞു, ഈ വിധത്തിലുള്ള വിവരങ്ങൾ കൈവശമുണ്ടെങ്കിൽ അല്പം പങ്കുവച്ചാൽ എല്ലാവർക്കും അത് പ്രയോജനം സിദ്ധിക്കുമല്ലോ എന്ന് കുട്ടികൾ പറഞ്ഞു. ഞാനങ്ങനെ സംബന്ധിച്ചിട്ടാണ് ഇന്ന് വൈവിധ്യമാർന്ന വിഷയങ്ങളെപ്പറ്റി, ഈ പ്രകൃതിയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് കരുതി ഇവിടെ നിങ്ങളുമായിട്ട് തയ്യാറായി വന്നത്. അത് വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ, മൃഗങ്ങൾ, ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ നമ്മുടെ നാടിനെക്കുറിച്ചോ സസ്യജന്തുജാലങ്ങളെക്കുറിച്ചോ കൂടുതലൊന്നും അവർക്കറിഞ്ഞുകൂടാ. അതുപോലെ കേരളത്തിൻ്റെ അതിരുകളേതാ, അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിരുകളേതാ എന്ന് ചോദിച്ചാൽ പോലും അവർക്ക് കാര്യമായ വിവരമില്ല. അവർ പറയും, ഇതൊന്നും ഞങ്ങളെ സ്കൂളിൽ പോയാൽ പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ല എന്ന്. അപ്പോൾ ഗ്രാഹ്യമുള്ള ഇതുപോലെ ഒരു നാട്ടറിവാണ്. കോളേജിലും സ്കൂളിലും ഒന്നും പോയാൽ കിട്ടുന്ന അറിവല്ല ഞാനീ പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അറിവ് സാധാരണക്കാർക്കും കുട്ടികൾക്കും പ്രയോജനം ചെയ്യുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാനൊരുങ്ങുന്നത്. അതങ്ങനെ നിൽക്കട്ടെ. ഇനിയും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കൂടുതൽ സസ്യങ്ങളും നമുക്ക് ഉപകാരപ്രദമായ സസ്യങ്ങളാണ്. പതിവിന് വിപരീതമായി ഉഗ്രവിഷമുള്ള സസ്യങ്ങളും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒതളം എന്ന് പറയുന്ന സസ്യത്തെക്കുറിച്ച് അറിയാത്ത ധാരാളം ആൾക്കാരുണ്ട്. കാഴ്ചയിൽ കണ്ടാൽ മാവ് വൃക്ഷം പോലെ ഇരിക്കും, മാവിൻ്റെ ഇല പോലെയും കായ പച്ചമാങ്ങ പോലെ ഇരിക്കും. ഉഗ്രവിഷമാണ്. ആ കഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 4 മണിക്കൂർ കൊണ്ട് ഏത് ജീവി, ഒരു കൊമ്പരാനയാണെങ്കിൽ പോലും 4 മണിക്കൂർ കൊണ്ട് അതിൻ്റെ ജീവൻ ഒടുങ്ങും. അത്ര മാരകമായ വിഷമുള്ള സസ്യമാണ് ഒതളം. അടുത്തത്, നമ്മെ ഉപദ്രവിക്കുന്ന സസ്യങ്ങളും ഉണ്ട്. അതിനെ ഒന്നും ചെയ്യണ്ട, അത് നമ്മളെ ഉപദ്രവിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നാം അതിൻ്റെ കീഴെ കൂടെ നടന്നു പോകുക, അതല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു സ്പ്രേ അടിക്കും, നമ്മുടെ നേരെ ഒരു സ്പ്രേ അടിക്കും. നമ്മളറിയില്ല. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ചെറിയ തോതിൽ ചൊറിച്ചിലാരംഭിക്കും. പിന്നീടത് സഹിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള ചൊറിച്ചിലേക്ക് മാറും. കാലക്രമേണ ശരീരം പൊട്ടുകയും വ്രണമുണ്ടാകുകയും ചെയ്യും. ഈ വ്രണം കരിയാൻ ദീർഘകാലങ്ങളെടുക്കും. ചൊറിച്ചിലും ഉടനെ എങ്ങും അടുത്ത കാലത്തെങ്ങും മാറുകയില്ല. കുറഞ്ഞതൊരു 3 മാസത്തിലധികമെങ്കിലും ഈ ചൊറിച്ചിൽ അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെ ചൊറിച്ചിലുണ്ടായി കഴിഞ്ഞാൽ പഴയ കാലത്തെ ആൾക്കാരെ താന്നി എന്ന് പറയുന്നൊരു വൃക്ഷമുണ്ട്. ആ താന്നി എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ തൊലി, ഇലയും എല്ലാം കൂടി ചെത്തിയെടുത്ത് വെള്ളത്തിലിട്ട് വെന്ത് അതിൻ്റെ വെള്ളം ശരീരത്തൊഴിച്ച് കുളിക്കുകയാണ് അന്നത്തെ പ്രതിവിധി. ഇത് ഉണങ്ങിയാലും ഇതിൻ്റെ കറ ആ വൃക്ഷത്തിൽ കാണും. അതിൻ്റെ കറുത്ത കറയാണ്. ആ കറ ശരീരത്ത് പൊള്ളിയാലും വളരെ മാരകമായ മുറിവുണ്ടാകും. അടുത്ത കാലത്തേക്കും കരിയേല. മരുന്നൊന്നും അത്ര ഫലപ്രദവുമല്ല അന്നത്തെ കാലയളവിൽ. ഇതിൻ്റെ ഇലയും ഏതാണ്ട് മാവിൻ്റെ ഇല പോലെ ഇരിക്കും. കായ ഏതാണ്ട് കറുത്ത മുന്തിരിങ്ങയുടെ രൂപത്തിലുമായിരിക്കും.
നമ്മുടെ തോടിൻ്റെയൊക്കെ സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളെ കാണാം. മറ്റൊന്ന് വിഷസസ്യം എന്ന് പറയുന്നത് കാഞ്ഞിരമാണ്. കാഞ്ഞിരം അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും വിഷഭാഗമാണ്. അത് വെട്ടിയെടുത്ത് മാംസവുമായി ചേർത്ത് വേവിച്ച് പട്ടിക്ക് കൊടുത്താൽ 2 ദിവസം കൊണ്ട് പട്ടി ചത്തുപോകും. ചത്തുപോകും. അങ്ങനെയാണ് പഴയ കാലങ്ങളിലൊക്കെ പട്ടിയെ തല്ലിക്കൊല്ലുന്നതിന് പകരം വിഷം കൊടുത്ത് കൊല്ലുന്നത്. ആത്മഹത്യ ചെയ്യാനും പഴയ കാലങ്ങളിൽ ഇങ്ങനെ മനുഷ്യൻ ഉപകരിക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ കായുണ്ട്. ആ കായ ഔഷധ സിദ്ധിയുള്ളതാണ്. കമ്പോളത്തിൽ മറ്റുമൊക്കെ ഇതിൻ്റെ കായ്ക്ക് വിലയുണ്ട്. ഏതാണ്ട് ആസ്മയ്ക്കും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ആ ഔഷധമാണ് കാഞ്ഞിരത്തിൻ്റെ കുരു. അടുത്ത മറ്റൊരു സസ്യത്തിലേക്ക് കടക്കാം. കുഴിച്ചിട്ടാൽ ആ സസ്യത്തിൻ്റെ വിത്ത് കുഴിച്ചിട്ടാൽ ഒരു മനുഷ്യായുസിൽ അത് ഫലം തരില്ല എന്ന് പറഞ്ഞാൽ അത് കായ്ക്കില്ല എന്നർത്ഥം സാരം. അങ്ങനെ ഒരു സസ്യമുണ്ട്. ഏതാണ് ആ സസ്യം? നിങ്ങളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരും കേട്ട് കാണാൻ ഇടയില്ല. അതാണ് ഈന്ത അല്ലെങ്കിൽ കണ എന്ന് ചില സ്ഥലങ്ങളിൽ അറിയപ്പെടും. ഈ പ്രത്യേകത ഇതിനുണ്ട്. ഏതാണ്ട് ഒരു 100 വർഷം കഴിഞ്ഞേ അതിൻ്റെ കാ കുഴിച്ചിട്ടാൽ വട്ടുപോലെ ഇരിക്കും അതിൻ്റെ കായ. പുന്നക്ക എന്ന് പറയുന്ന പോലെ പുന്നക്ക എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്. എണ്ണ എടുക്കാനും മറ്റുമൊക്കെ പഴയ കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ്. അതിൻ്റെ കാ പോലെ ഇരിക്കും ഇതിൻ്റെ കാ കണ്ടാൽ. ഇതിൻ്റെ തടി കാണ്ഡം വെട്ടിയെടുത്ത്, കാണ്ഡം സുഷിരമുള്ള കാണ്ഡമാണ്. ആ കാണ്ഡം വെട്ടിയെടുത്ത് റബ്ബർ ഷീറ്റ് പുകയ്ക്കുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിക്കുമായിരുന്നു പഴയ കാലത്തെ ആൾക്കാർ. ആ റബ്ബർ ഷീറ്റ് അതിട്ട് പുകച്ചാൽ നല്ല സ്വർണ്ണ കളറ് കിട്ടും റബ്ബർ ഷീറ്റിന്. ആ ഷീറ്റിന് കമ്പോളത്തിൽ നല്ല വില കൂടുതൽ കിട്ടുകയും ചെയ്യും. അതാണ് ഈ ഈന്തയുടെ പ്രത്യേകത. മറ്റൊന്ന്, തോടിൻ്റെയും റോഡിൻ്റെയും സൈഡുകളിൽ നിൽക്കുന്ന ചേമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ നല്ല ചേമ്പുമുണ്ട്, കാട്ടുചേമ്പുമുണ്ട്. കാട്ടുചേമ്പിനും വിത്തുണ്ട്, പക്ഷേ അത് ചൊറിയും. അതിന് അല്പം നീണ്ട കാലുകളോട് കൂടിയ വിത്തുകളാണ് അതിനുള്ളത്. ആ ചൊറിയുന്ന ചേമ്പിന് അത് കൊണ്ടുവന്ന് ചുരണ്ടി അത് ഊറ്റും, ഇടയ്ക്കൊന്ന് ഊറ്റും. മുഴുവനായി വേകുന്നതിന് മുമ്പായി ഒന്ന് ഊറ്റി 1-2 തവണ ഊറ്റി പുളിയൊക്കെ ചേർത്താണ് അത് കറിക്ക് ഉപയോഗിക്കുന്നത്. അത് വേകും. എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ചേമ്പുമുണ്ട്. ഈ നല്ല ചേമ്പും ഈ കാട്ടുചേമ്പും തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? അതാണ് നമ്മുടെ വിഷയം. നല്ല ചേമ്പിൻ്റെ നടുവിൽ ഒരു കറുത്ത പൊട്ടുണ്ട്. ആ പൊട്ടുള്ള ചേമ്പെല്ലാം നല്ല ചേമ്പായിരിക്കും, പൊട്ടില്ലാത്ത ചേമ്പ് കാട്ടുചേമ്പുമായിരിക്കും. ഇതാണ് നല്ല ചേമ്പിനെയും കാട്ടുചേമ്പിനെയും തമ്മിൽ തിരിച്ചറിയാനുള്ള മാർഗം. അടുത്തതായി നമുക്ക് ചക്കയിലേക്കൊന്ന് നോക്കാം. നമ്മുടെ നാട്ടുപുറങ്ങളിൽ കാണുന്ന ചക്ക 2 ഇനമാണ്. ഒന്ന് വരിക്കയും മറ്റേത് കൂഴയും. വരിക്കച്ചക്കയിൽ ഉള്ള എല്ലാ കുരുവും വരിക്കയല്ല. കൂഴയിലുള്ള എല്ലാ കുരുവും കൂഴയുമല്ല. കൂഴച്ചക്കയിലും വരിക്കക്കുരുവുണ്ട്, വരിക്കച്ചക്കയിലും കൂഴക്കുരുവുണ്ട്. ഇനി ഇത് കണ്ടാൽ തിരിച്ചറിയുമെന്നുള്ളതാണ്. കൂഴച്ചക്കയുടെ കുരുവും വരിക്കച്ചക്കയുടെ കുരുവും തമ്മിൽ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. സാധാരണ ഭൂരിപക്ഷം കുരുവുകളും ചെറുതും വലുതുമായിട്ടാണ് പിളരുന്നത്. അതിന് തള്ളക്കുരുവും പിള്ളക്കുരു എന്നാണ് പറയുന്നത് സാധാരണ. എന്നാൽ പതിവിന് വിപരീതമായി ചില കുരുക്കൾ, ചക്കക്കുരു, തുല്യമായിട്ട് കീറാറുണ്ട്. തുല്യമായിട്ട് കീറുന്ന എല്ലാ കുരുവും വരിക്കയായിരിക്കും.
ചെറുതും വലുതുമായിട്ട് കീറുന്ന കുരുക്കൾ മുഴുവനും കൂഴയുമായിരിക്കും. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കൂഴച്ചക്കയെക്കുറിച്ച് വരിക്കച്ചക്കയെക്കുറിച്ചും ഈ ചക്കക്കുരുവിൻ്റെ കാര്യം എൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞു. അവിടെ പറഞ്ഞു, ഇല്ലടോ അങ്ങനെ ഒന്നില്ല, സെൻട്രലിൽ കൊണ്ട് കീറുന്ന ചക്കക്കുരു ഇല്ല. അധികം താമസിയാതെ എനിക്കൊരു ചക്കക്കുരു കിട്ടി. ഞാൻ അയാളെ കാണിച്ചു. അയാൾ പറഞ്ഞു, ഞാനിത് ആദ്യം കാണുക, ഇതിനു മുമ്പ് ഇങ്ങനൊരു ഗുരു ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അയാൾ പറഞ്ഞു. അങ്ങനെയാണ് ചക്കയുടെക്കകത്തെ വരിക്കയും കൂഴയും തീരുമാനിക്കുന്നത്. മറ്റൊന്ന് കരിമ്പാണ്. ഈ കരിമ്പിനൊരു പ്രത്യേകതയുണ്ട്. പുഷ്പിച്ചു കഴിഞ്ഞാൽ വിളവ് കുറയും. അത് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ വെട്ടിക്കണം. എത്രയും വേഗം വെട്ടുന്നോ അത്രയും വിളവ് കൂടുതൽ കിട്ടും. പുഷ്പിച്ചു കഴിഞ്ഞാൽ അതിന് വിളവ് കുറയും. അത് കരിമ്പ് കൃഷിയുടെ ഒരു പ്രത്യേകതയാണ്. പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് മണിമലയാറിൻ്റെ തീരത്തും പമ്പയുടെ തീരത്തും അച്ചൻകോവിലാറിൻ്റെ തീരത്തും എല്ലാം ഇത് സുലഭമായി കൃഷി ഉണ്ടായിരുന്നു. അന്ന് തിരുവല്ലയ്ക്കടുത്ത് പുളിക്കീടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പഞ്ചസാര ഫാക്ടറിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫാക്ടറിയും ഇല്ല, കരിമ്പ് കൃഷിയും അങ്ങനെ ഇല്ല. മറ്റൊന്ന് നമുക്ക് ഏറ്റവും ചെറിയ കുരു, ഊതിയാൽ പറക്കുന്ന കുരു ഉണ്ടാകുന്ന ഒരു സസ്യത്തെ പരിചയപ്പെടാം. ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയും, പറയുമ്പോഴറിയും, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുകയില്ല. അതാണ് വടവൃക്ഷം എന്നറിയപ്പെടുന്ന ആൽമരം. ആൽമരത്തിൻ്റെ ഒരു കുരുവിനകത്ത്, ഒറ്റ കുരുവിനുള്ളിൽ ധാരാളം കുരുക്കളുണ്ട്. ആ കുരുക്കൾ ഉണങ്ങിക്കഴിഞ്ഞാൽ 4 നില കെട്ടിടത്തിൻ്റെയും 6 നില കെട്ടിടത്തിൻ്റെയും എല്ലാം മുകളിൽ പോയി പറ്റി പിടിച്ച് അവിടെ ഇരുന്ന് അത് വളരാൻ തുടങ്ങും. ഇതിൻ്റെ വേരുകൾക്ക് വലിയ ശക്തിയാണ്. അത് പിടിച്ചു കഴിഞ്ഞാൽ അവിടം വിട്ട് പറിയല്ല, അതിനെ നശിപ്പിക്കുകയല്ലാതെ അവിടം വിട്ടത് മാറുകയല്ല, അവിടെ നിന്ന് ആ സസ്യം വളരും. ഇതാണ് ആൽവൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത. ഏറ്റവും ചെറിയ, ഊതിയാൽ അങ്ങ് പറന്നു പോകും. അത് അത്രയും നൈസാണ്. അപ്പോൾ ഊതിയാൽ പറക്കുന്ന കുരുവിൽ നിന്നും വലിയ വൃക്ഷങ്ങളുണ്ടാകുന്ന സസ്യമാണ് ആല്. ഇത് ആൽവൃക്ഷത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ത്രിഫല എന്ന് പറയുന്ന സസ്യത്തെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് ഈ ത്രിഫല എന്ന് പറയുന്ന സസ്യം? നമ്മൾ അങ്ങാടിക്കടയിൽ പോയി കടക്കാരനോട് പറയുക, 10 രൂപയ്ക്ക് ത്രിഫല തരാൻ പറഞ്ഞാൽ അയാളെല്ലാം കൂടി പൊതിഞ്ഞ് കിട്ടി ഒരു പൊതി കൈയിൽ കൊടുക്കും. ഇതാണ് ത്രിഫല. വാസ്തവത്തിൽ ഇതെന്ന് പറയാം 3 ഫലങ്ങളായത് ത്രിഫല എന്ന് പറയുന്നത്. നെല്ലിക്ക, ജാതിക്ക, കടുക്ക, ഇങ്ങനെ 3 ഫലങ്ങൾ ചേർന്നതാണ് ത്രിഫല. അത് സാധാരണക്കാർക്ക് അധികം ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഫലമെല്ലാം എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇനി അടുത്തത് 40 എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്. ഏതാണ് ആ സസ്യമെന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല, ഞാൻ പറയാം. 40 പറഞ്ഞാൽ ആൽവൃക്ഷങ്ങളാണ്. 4 തരത്തിലുള്ള ആലുകളാണ്. അതാണ് അതിൻ്റെ പേര്. ഞാനങ്ങ് മറന്നുപോയി. ഇങ്ങനെ 4 വിധത്തിലുള്ള ആൽവൃക്ഷത്തിൻ്റെ തൊലി ചേർത്താണ്. അങ്ങാടിക്കടയിൽ പോയാൽ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് വേതുവെള്ളം വേഗമായി അതിൻ്റെ തൊലിയാണ്, 40 തൊലിയാണ് നമ്മൾ വാങ്ങിക്കുക. ഇപ്പോൾ ഓർമ്മ വന്നു. അത്തി, ഇത്തി, പേരാല്, അരയാല്, ഇങ്ങനെ 4 വൃക്ഷങ്ങൾക്കും കൂടി ചേർന്നതാണ് 40 എന്ന് പറയുന്നത്. അത് 4 വൃക്ഷത്തെ ഒറ്റ പേരിൽ അറിയപ്പെടും. അത്തി, ഇത്തി, പേരാല്, അരയാല്, ഇതാണ് 40. ഇത് അറിയേണ്ട കാര്യങ്ങളായതുകൊണ്ട് ആർക്കെങ്കിലും എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിലും ഞാൻ നിർത്തി പറയുന്നത്, എഴുതിയെടുക്കാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ് പറയുന്നത്. ആർക്കെങ്കിലും നോട്ട് പോലെ എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിലും
ഇത് എഴുതിയെടുക്കാം. ഇത് സ്കൂളിലും കോളേജിലും ഒന്നും പോയാൽ കിട്ടുന്ന വിവരങ്ങളല്ല. ഇത് നാട്ടറിവാണ് ഈ വിവരങ്ങളെല്ലാം. ഞാൻ ഗ്രാമപ്രദേശത്ത് ജനിച്ച ആളായതുകൊണ്ടും എനിക്ക് ഗ്രാമത്തെക്കുറിച്ച് നല്ല വിവരമുള്ളത് കൊണ്ടും ഈ വിവരങ്ങളെല്ലാം പൂർവികരിൽ നിന്നും അല്ലാതെ പഠനത്തിൽ നിന്നും സഞ്ചാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ് കാര്യങ്ങളെല്ലാം. ഇനിയും വിത്തിലെ മറ്റൊരു സസ്യത്തിലേക്ക് നടക്കാം. ഏറ്റവും വലിയ വിത്തെന്ന് പറയുന്നത് ഏതാണ്? ഏത് സസ്യത്തിൻ്റെയാണ് ഏറ്റവും വലിയ വിത്ത്? നമുക്കെല്ലാവർക്കും സുപരിതമാണ്. പക്ഷേ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും ഓർമ്മ വരികയില്ല. നാളികേരം ഏറ്റവും വലിയ വിത്താണ്. ഇനി ഏറ്റവും വലിയ ഫലം ഏതാണ്? അത് ചക്കയാണ് ഏറ്റവും വലിയ ഫലം. ഒരു ഏകപത്ര സസ്യമാണ് ചേന. ഏകപത്ര സസ്യമെന്നാണ് ചേനയെ അറിയപ്പെടുന്നത്. ചേന എല്ലാവർക്കും സുപരിചിതമാണ്. ഇനി വീണ്ടും സസ്യത്തിലേക്ക് തന്നെ വരാം. എല്ലാ വൃക്ഷങ്ങളും ഇല പഴുത്ത് പാകമായി പൊഴിയുകയും മണ്ണിൽ കിടന്ന് അത് വീണ്ടും ഒന്നുകൂടി പാകമായി മണ്ണോടുകൂടി ചേരുകയും ചെയ്യുന്ന സസ്യങ്ങളാണ് നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ഭൂരിപക്ഷ സസ്യങ്ങളും. എന്നാൽ പതിവിന് വിപരീതമായി പച്ചയോടുകൂടി ഇല പൊഴിക്കുകയും തറയിൽ വീണ് കിടന്ന് പഴുക്കുകയും എന്നിട്ട് അവിടെ കിടന്ന് പാകമായി മണ്ണോടുകൂടി ചേരുകയും ചെയ്യുന്ന ഒരു സസ്യമുണ്ട്. ഏതാണ് ആ സസ്യം? അറിയുമോ? ഇല്ല. അതാണ് കുടംപുളി. കുടംപുളിയുടെ പ്രത്യേകത പിന്നെയും പല പ്രത്യേകതകളുണ്ട്. ആ സസ്യത്തിൻ്റെ പേര് പുളി, അതിൻ്റെ ഫലത്തിൻ്റെ പേര് പുളി, അതിൻ്റെ തടിയുടെ പേര് പുളി. ഇത് മൂന്നും ഒറ്റ പേര് തന്നെ. ഒരേ പേരിൽ മൂന്ന് പേരിൽ ഒരേ സസ്യത്തിന് അറിയപ്പെടും. അതിൻ്റെ ഫലം, ആ ഫലത്തിൻ്റെ രുചി, അതിൻ്റെ ആ സസ്യം, ആ തടിയോട് കൂടിയ സസ്യം, ഇതിന് മൂന്നിനും ഒറ്റ പേര് പറയും പുളി. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ കീഴിൽ, ഈ പുളിമരത്തിൻ്റെ കീഴിൽ മറ്റ് സസ്യജാലങ്ങൾ വളരാൻ അത് അനുവദിക്കുകയില്ല. കാരണം അത് ഉപദ്രവിക്കുകയില്ല. അതിൻ്റെ ഇലയ്ക്ക് അമ്ലരസമുള്ളതുകൊണ്ട് മറ്റ് സസ്യങ്ങൾക്ക് ആ അമ്ലരസമുള്ള മണ്ണിൽ വളരാൻ കഴിയില്ല. അത് തന്നെ കാരണം. ഇത് സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ. അതൊന്ന് മനസ്സിലാക്കുക. അടുത്ത വേറൊരു ഇനം പുളിയാണ് വാളംപുളി. എല്ലാവർക്കും സുപരിചിതമായ ഒരു സസ്യമാണ് വാളംപുളി. ദീർഘകാലം കൊണ്ട് ഈ പുളിക്ക് കാതലുണ്ടാവുകയുള്ളൂ. ആ കാതൽ വലിയ തടി വെട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഉലക്കയുടെ വണ്ണമുള്ള കാതലേ അതിന് കാണൂ. ഈ കാതലാണ് പഴയ കാലത്ത് സാധാരണ, അങ്ങനെ കിട്ടാൻ പ്രയാസമാണ്. ഈ കാതലാണ് സാധാരണ പഴയ കാലത്ത് ആശാരിമാർ കൊട്ടുപൊടിയും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അത് എത്ര അടിച്ചാലും അത് പൊട്ടുകയില്ല, ചതയുകയുമില്ല, അതങ്ങനെ കിടക്കും. ഇനി ലോറിക്ക് ഉപയോഗിക്കുന്ന ഒരു പലകയുണ്ട്. കരികല്ലും തടിയും മറ്റുമൊക്കെ കയറ്റിയിട്ടാൽ പൊട്ടാത്തൊരു തടിയുണ്ട്. അതൊരു വൃക്ഷത്തിൻ്റെ പലകയാണ്. അതിന് അറുത്ത് ഉപയോഗിക്കുന്നത്. ഏതാണ് വൃക്ഷമെന്നറിയുമോ? അത് താന്നിയാണ്. താന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പ്രതിപാദിച്ച ആ ചൊറിയൻ സസ്യത്തിൻ്റെ ശത്രുവാണ് താന്നി, ചേരിൻ്റെ ശത്രു. ചേര് സ്പ്രേ ചെയ്താൽ അതിൻ്റെ വിഷം മാറണമെങ്കിൽ ഇതിൻ്റെ താന്നിയുടെ തൊലിയും ഇലയും കൊണ്ടുവന്ന് വെന്ത് വെള്ളം കുളിക്കുക എന്നുള്ളതായിരുന്നു പഴയ കാലത്തെ മാർഗം. അതല്ലാതെ അന്ന് ഇതിന് പ്രത്യേക ചികിത്സയൊന്നുമില്ല. ഇത് പൊള്ളിക്കഴിഞ്ഞാൽ ആ പൊള്ളിയ പാട് കാലങ്ങളോളം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുകയും ചെയ്യും. ഇത് ഈ സസ്യത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്.
മറ്റൊന്ന് നമ്മളിവിടെയുള്ള ജീവിയല്ല, സാധാരണ അമേരിക്കയിലൊക്കെ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ബീവർ. ഇതിൻ്റെ പല്ലിന് ഏതാണ്ട് കാരിരുമ്പിൻ്റെ ശക്തിയാണ്. ദൂര സ്ഥലത്തു നിന്നും വൃക്ഷങ്ങൾ മുറിച്ചു കൊണ്ടുവന്ന് കടിച്ച് മുറിച്ചു കൊണ്ടുവന്ന് അണ കെട്ടി വേനൽക്കാലത്തേക്ക് വെള്ളം സംഭരിക്കുന്ന പണി ഈ ജീവിയുടെ ഒരു പ്രത്യേകതയിൽപ്പെടുന്ന ബീവർ എന്ന പ്രത്യേകതയിൽപ്പെടുന്നത്. ഏതാണ്ട് കാഴ്ചയിൽ കണ്ടാൽ ഏതാണ്ട് പെരിച്ചാഴിയെ പോലെ ഇരിക്കും. അടുത്തതായി നമുക്കിനി ഈ ജന്തുക്കളിലേക്കൊന്ന് കടന്നു വരാം. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ഈ ആനയ്ക്ക് സാധാരണ 6 പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത്. ഒന്നതിൻ്റെ കൊമ്പ് തന്നെ. ഇതിൻ്റെ തുമ്പിക്കൈയിൽ ഉള്ള ഒരു നാസികയിൽ ഏതാണ്ട് 5ഉം 6ഉം ലിറ്ററിന് മധ്യേ വെള്ളം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം ദൂരം സഞ്ചരിക്കുവാൻ ഈ ആനയ്ക്ക് സാധിക്കും. അത് ആനയുടെ ഒരു പ്രത്യേകതയാണ്. കേൾവിശക്തി വളരെ കുറവാണ്, കാഴ്ചശക്തി കൂടുതലുമുണ്ട്. അതിനു പുറമെ ഘ്രാണശക്തി, അതായത് മണം അറിയുവാനുള്ള കഴിവ് ആനയ്ക്ക് മറ്റ് ജീവജാലങ്ങളെക്കാൾ കൂടുതലുണ്ട്. അന്തരീക്ഷത്തിലൂടെ വരുന്ന ഗന്ധം തുമ്പിക്കൈ ഉയർത്തി ആകാശത്തിലേക്ക് ഉയർത്തി ആ തുമ്പിക്കൈയിലൂടെ മണമറിയാനുള്ള കഴിവും ആനയ്ക്കുണ്ട്. ആനയുടെ മുൻകാലിൽ നഖം കൂടുതലും പിൻകാലിൽ നഖം കുറവുമാണ്. ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ അളവ് എനിക്കറിയാം, എണ്ണം എനിക്കറിയാമായിരുന്നു. ഇപ്പം ഞാനത് ഓർക്കുന്നില്ല. അതാണ് കാരണം. മറ്റൊന്ന്, ആനയ്ക്ക് പറഞ്ഞാൽ വിവരം ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. എളുപ്പം മനസ്സിലാകും. ആനക്കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 2 മാസത്തെ ട്രെയിനിങ് കൊണ്ട് ആന അഭ്യാസമെല്ലാം പഠിച്ച് ആനയെ പുറത്തിറക്കി ലേലം ചെയ്യാൻ സാധിക്കും. ഞാൻ കോന്നിയിൽ ആനക്കൂട് സന്ദർശിച്ചിട്ടുണ്ട്. ഈ ആനക്കൂട്ടിൽ കിടക്കുന്ന ആനകളെ പഠിപ്പിക്കുന്നത് ആനയുടെ പാപ്പാന്മാർ ആന കൂടിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഒരു മുള കൊണ്ട് കുത്തി ലെഫ്റ്റും റൈറ്റും പഠിപ്പിച്ചിട്ട് അങ്ങനെയാണ് അതിനെ പരിശീലനം കൊടുക്കുന്നത്. ഏതായാലും ഒരു 3 മാസത്തിനുള്ളിൽ ഒരാന പൂർണ്ണമായി നമ്മൾ പറയുന്നത് അത് മനസ്സിലാക്കാൻ കഴിയും. പിന്നീടാണ് ആന പത്രത്തിനകത്തൊക്കെ പരസ്യം ചെയ്തതിന് ശേഷം ആന ലേലം നടക്കുന്നത്. വൈരാഗ്യ ബുദ്ധിയുള്ള ഉണ്ട് ആനയ്ക്ക്. അതിനെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അത് ആന മറക്കുകയില്ല. കാലങ്ങളോളം ആ ബുദ്ധി, വൈരാഗ്യ ബുദ്ധി അത് സൂക്ഷിച്ചു വച്ച് പക വീട്ടാനും ആന മുതിരും. അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ആനയുടെ പ്രത്യേകതയിൽപ്പെടുന്നതാണ്. പിന്നെ ആനയുടെ ചത്ത് കിടക്കുന്ന ആനയുടെ കൊമ്പുകൾ എടുക്കുന്നത് എനിക്ക് നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. തല വെട്ടിക്കീറി ആണ് കൊമ്പെടുക്കുന്നത്. ആനയുടെ പല്ലിനും പ്രത്യേകതയുണ്ട്. ആ പല്ല് ഏതാണ്ട് 1 കിലോ തൂക്കം വരും. ഞാൻ ആനയുടെ പല്ലും പറ്റി എടുത്തിട്ടുണ്ട്. ഈ പല്ല് വളരെ ഔഷധ ശക്തിയുള്ള സാധനമാണ്. ചന്ദനം ഉരയ്ക്കുന്നത് പോലെ ഉരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ ഏത് ഉഗ്ര തലവേദനയും മണിക്കൂർ കൊണ്ട് മാറും. പല ദിവസങ്ങളിൽ ഈ പണി ആവർത്തിച്ചാൽ പിന്നെ ഒരു പല്ലും കാണുകയില്ല എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ട് ആനപ്പല്ല് തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ ആരും മുതിരരുത്. അതുപോലെ ഈ പല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു സംഗതിയെപ്പറ്റി പറയാനിട വന്നത്. തേൻ തുടർച്ചയായി തലയിൽ പുരട്ടിയാൽ മുടി വേഗം നരയ്ക്കാനും അത് കാരണമാവും. അടുത്തത് മറ്റൊന്ന് ഒരു ജീവിയാണ് തേനീച്ച. അത് വിവരങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഒരു പ്രത്യേകതരം ഡാൻസിലൂടെയാണ്. ഓരോ പ്രവർത്തനത്തിനും ഓരോ തരം ഡാൻസാണ്. ഉദാഹരണം,
അതിൻ്റെ ജീവിതക്രമം തന്നെ ഒരു പ്രത്യേകതയാർന്ന ജീവിതക്രമം തന്നെയാണ്. മുട്ട ഇടാനൊരു കൂട്ടർ, മുട്ട ഇടുന്നവരെ ശുശ്രൂഷിക്കാനൊരു കൂട്ടർ, തേൻ ശേഖരിച്ച് ഭക്ഷ്യവകുപ്പ് വേറൊരു കൂട്ടർക്ക്, ഈ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ അതിന് വേറൊരു വകുപ്പ്. ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകതകളാണത്. തേൻ എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, തൊഴിലാളികൾ പോയി തേൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൂട്ടിൽ വന്ന് വിവരം അറിയിക്കും. തുടർന്ന് ഒരു പ്രത്യേകതരം ഡാൻസാണ്, വട്ടം കൂടി നിന്നൊരു ഡാൻസാണ്. ആ ഡാൻസിനകത്തുനിന്ന് സഹജീവികൾ വിവരം മനസ്സിലാക്കി അത് ലക്ഷ്യസ്ഥലത്തേക്ക് പോയി തേൻ ശേഖരിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ അറകളിൽ ഛർദ്ദിക്കുകയാണ് തേൻ ശേഖരിക്കുന്ന പണി. ഇതാണ് തേനീച്ചയുടെ ഒരു പ്രത്യേകതയിൽപ്പെടുന്നതാണ്. അതിനെ ഉപദ്രവിച്ചാൽ അത് തിരിച്ച് ഉപദ്രവിക്കും. പിന്നെ ഒരു കാര്യം, അത് ജീവിതത്തിൽ ഒരു തവണയേ ഉപദ്രവിക്കുകയുള്ളൂ. ആ ഉപദ്രവിക്കുന്നതോടുകൂടി അതിൻ്റെ കുത്തുന്ന അത് ഒരു തരം വാലിലുള്ള ഒരു തരം പ്രത്യേക മുള്ളുകൊണ്ടാണത് കുത്തുന്നത്. അതിന് ക്ഷതം സംഭവിക്കുകയും അതോടുകൂടി ഈച്ച ചാകുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തേനീച്ചയുടെ ഒരു പ്രത്യേകതയിൽപ്പെടുന്നത്. ഇനി മനുഷ്യനിലേക്കൊന്നുകൂടെ വരാം. ജനിച്ചാൽ വളരാത്ത ഒരു മനുഷ്യ ശരീരഭാഗമുണ്ട്. അത് ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഒരേ രീതിയിൽ ആയിരിക്കും. വളരുകയുമില്ല, ചുരുങ്ങുകയുമില്ല. അതേതാണെന്നറിയുമോ? കണ്ണിൻ്റെ കൃഷ്ണമണി. അത് കണ്ണിൻ്റെ എന്ന് പറയുന്ന അവയവത്തെ മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ്. ഈ കണ്ണും മാറ്റി വയ്ക്കാമല്ലോ ഇവൻ്റെ കാലത്ത്. ഇപ്പോൾ എല്ലാം മാറ്റി വയ്ക്കാം. കണ്ണ് മാത്രമല്ല, പഴയ കാലത്ത് കണ്ണായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് കണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് ആടിൻ്റെ കണ്ണായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആടിൻ്റെ കണ്ണ് അങ്ങനെയില്ല, പ്ലാസ്റ്റിക് കണ്ണുകളാണ്. ഞാൻ ആടിൻ്റെ കണ്ണ് വെച്ചിട്ടുള്ള ആൾക്കാരെയും മറ്റുമൊക്കെ പഴയ കാലത്ത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇഴജന്തുവിലേക്കൊന്ന് വരാം. പ്രധാന ഇഴജന്തു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന ഇഴജന്തു പാമ്പാണ്. പാമ്പിൽ സർപ്പ ഇനത്തിൽപ്പെട്ട പാമ്പുകളുണ്ട്. ആ പാമ്പാണ് സർപ്പ ഇനത്തിൽ പണമുള്ള പാമ്പുകളെയാണ് സർപ്പങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന സർപ്പ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ രണ്ടിനമാണ്. ഒന്ന് മൂർഖനും മറ്റൊന്ന് രാജവെമ്പാലയുമാണ്. ഈ മൂർഖനെയും രാജവെമ്പാലയെയും കൂടെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും? ഇത് സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ. സാധാരണക്കാരൻ രാജവെമ്പാലയെ കണ്ടാൽ മൂർഖനാണെന്ന് പറയും. എല്ലാ മൂർഖനും കണ്ണട അടയാളം കണ്ടോണമെന്നുമില്ല. കണ്ണട അടയാളം ഇല്ലാത്ത മൂർഖന്മാരും ഉണ്ട്. പലതരം മൂർഖന്മാരുണ്ട്. ഞാൻ അങ്ങനെയുള്ള മൂർഖനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ വിഷം, മൂർഖൻ്റെ വിഷം എടുക്കുന്നത്, പാമ്പാട്ടികൾ വിഷം എടുക്കുന്നത് എനിക്ക് നേരിൽ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. മൂർഖൻ്റെ മാത്രമേ കാണാനുള്ള അവസരം കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ഏതാണ്ട് ഇളം നീല നിറത്തിലുള്ള വിഷമാണ് മൂർഖൻ്റെ വിഷം. ഇതിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത്, ഈ മൂർഖൻ്റെ പടം കഴുത്തിൻ്റെ രണ്ട് വശത്തായിട്ടുമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതായത് രാജവെമ്പാലയുടെ പണം കഴുത്തിനടിയിൽ ഒറ്റപ്പത്തിയായിട്ടാണ്. ഒറ്റപ്പത്തി കണ്ടു കഴിഞ്ഞാൽ ആൾ രാജവെമ്പാലയാണെന്ന് ഉടനെ മനസ്സിലാക്കും. ആൾ പെശകനാണ് കേട്ടോ. ഏതാണ്ട് ഒരു 3-3.5 മണിക്കൂറിനുള്ളിൽ ഏറ്റവും വലിയ കൊമ്പനാനെ പോലും ഈ രാജവെമ്പാലയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ അത് നിഗ്രഹിക്കാൻ കഴിയും. അത്ര മാരകമായ വിഷമുള്ള ജീവിയാണിത്. ഈ മൂർഖനും രാജവെമ്പാലയും വിഷം ചീറ്റും. പാമ്പാട്ടികൾ പിടിക്കുമ്പോൾ വിഷം ചീറ്റുന്നത് എനിക്ക് കാണാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചീറ്റാനുള്ള കഴിവും ഈ രാജവെമ്പാലയ്ക്കും മൂർഖനും ഉണ്ട്. മറ്റ് പാമ്പുകൾ വിഷമില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ചിന്തിച്ചിട്ടില്ല. പിന്നെ വിഷമില്ലാത്ത ഒരു പാമ്പുണ്ടല്ലോ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ സാധാ കാണപ്പെടുന്ന, ഇത് ചേരയെന്ന് പറയും. ആ ചേര കരച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ചേര വളരെ അതിൻ്റെ ദീനരോധന. ഒരിക്കൽ ഞാൻ പറമ്പിലേക്ക് പോയപ്പോൾ ഒരു ചേരയും ഒരു കീരിയും കൂടെ കിടന്ന് ഉഗ്ര മൽപ്പിടുത്തം. എന്നെ കണ്ടിട്ട് ചേര പാമ്പിനെ വിട്ടിട്ടങ്ങ് പോയി.
പക്ഷേ പാമ്പിന് പോകാൻ സാധിച്ചില്ല. കാരണം അത്രയും പ്രഹരം ഏറ്റു കഴിഞ്ഞു ചേരയ്ക്ക്. ചേര പോയില്ല. നേരം രാത്രി മുഴുവൻ അവിടെ കിടന്ന് നീണ്ട രോദനമായിരുന്നു ചേര. അങ്ങനെ നീണ്ട രോദനം ചേരയുടെ നീണ്ട രോദനം കേൾക്കാനുള്ള അവസരവും എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റൊന്നാണ് മത്സ്യം. ഈ മത്സ്യവും കരയും. സാധാരണക്കാർക്ക് അത് അറിഞ്ഞുകൂടാ. മത്സ്യത്തിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്. മത്സ്യം ചാകുന്നത് കാണാനും കടലിൽ നിന്ന് പിടിച്ചു കയറ്റുന്ന മത്സ്യം ചാകുന്നത് കാണാനും ഒരു പ്രത്യേക രസമാണ്. എല്ലാം പൊളിക്കും. 2-3 തവണ പൊളിച്ചിട്ടാണ് ചാകുന്നത്. അത് ചാകുന്നത് കാണാനും ഒരു പ്രത്യേക രസമാണ്.